ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നെയിംസ് ആൻഡ് നെയിംസ് എന്ന 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 3rd ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇന്ന് 4th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് ബേർഡ്സ്. കുഞ്ഞിച്ചിറുത ആൻഡ് ആൻ്റണറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. They picked birds that starts with each letter of their names. The words describe something positive about them. For example, K in Kunnichirda stands for kind and A in Antoinette stands for active. Help them complete the list. കുഞ്ഞിച്ചെറുതും ആൻ്റണറ്റും കൂടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരിൻ്റെ ഓരോ ലെറ്ററും വെച്ചിട്ട് അവരുടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗെയിം. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെല്ലിങ്സ് വെച്ചിട്ട് അവർ വേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. കുഞ്ഞിച്ചിറുത എന്നുള്ള പേരിൻ്റെ കെ വെച്ചിട്ട് കൈൻഡ്, യു വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡിങ്, എൻ വെച്ചിട്ട് നീറ്റ്, എച്ച് ഹെൽപ്ഫുൾ, ഐ ഇൻ്റലിജൻറ്റ്, സി ക്യൂരിയസ്, എച്ച് ഹാപ്പി, ഐ ഇമാജിനേറ്റീവ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ബാക്കി നോക്കാം. ഐ വരെ ക്വസ്റ്റ്യനിലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ആർ റെസ്പോൺസിബിൾ, യു യുണീക്ക്, ടി തോട്ട്ഫുൾ, എച്ച് ഓണസ്റ്റ്, എ അംബീഷ്യസ്. അപ്പോൾ ഇത്ര കുഞ്ഞിച്ചിറുത എന്നുള്ള നെയിമിൻ്റെ എല്ലാ അക്ഷരം കൊണ്ടും വേർഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആൻ്റണറ്റ് എന്നുള്ള പേരിൻ്റെ സ്പെല്ലിങ്സ് വെച്ചിട്ടുള്ള വേർഡ്സാണ് ഉണ്ടാക്കേണ്ടത്. എ ആക്റ്റീവ്, എൻ നൈസ്, ടി ടാലൻറ്റഡ്, ഒ ഒപ്റ്റിമിസ്റ്റിക്, ഐ ഇൻസ്പയറിംഗ്, എൻ നോബിൾ, ഇ എനർജറ്റിക്, ടി ട്രസ്റ്റ് വർത്തി, ടി ടോളറൻറ്റ്, ഇ എഫിഷ്യൻറ്റ്. ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങും കൂടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവർക്ക് അതും കൂടി നോക്കാം. അതിൽ തന്നെ ബി ക്വസ്റ്റ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക്. പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അതായത് നിങ്ങളുടെ പേര് വെച്ചിട്ടും കൂടെ ഇതേ ഗെയിം ചെയ്യാനാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് അക്ഷയ് എന്നാണെങ്കിൽ എ വെച്ചിട്ട് അഡ്വഞ്ചറസ്, കെ വെച്ചിട്ട് നോളജബിൾ, എസ് സപ്പോർട്ടീവ്, എച്ച് ഹാർഡ് വർക്കിംഗ്, എ അസർട്ടീവ്, വൈ യെസ് മൈൻഡഡ്. ഇതുപോലെ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾക്കും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. 4th ക്വസ്റ്റ്യനിൽ തന്നെ സി പാർട്ടായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. Here are some qualities describing the character of കുഞ്ഞിച്ചിറുത. Write a sentence about each of these qualities. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കൈൻഡ്, അണ്ടർസ്റ്റാൻഡിങ്, നീറ്റ്, ഹെൽപ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഈ ഓരോ വേർഡ്സ് വെച്ചിട്ടും സെൻറ്റൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് പറയുന്നത്. ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൈൻഡ്, കുഞ്ഞിച്ചിറുത ഈസ് എ കൈൻഡ് ഗേൾ. അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. ഇതുപോലെ ബാക്കി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടും സെൻറ്റൻസ് ഫോം ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഷീ കീപ്സ് ഹെർ ബുക്സ് ആൻഡ് സറൗണ്ടിങ്സ് വെരി നീറ്റ് ആൻഡ് ടെഡി. ഹെൽപ്ഫുൾ, കുഞ്ഞിച്ചിറുത ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ ടു ഹെർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇൻ്റലിജൻറ്റ്, ഷീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് സ്കോർസ് വെൽ ഇൻ ഹെർ എക്സാംസ്. Curious, കുഞ്ഞിച്ചിറുത is curious about new things and love to learn. Happy, കുഞ്ഞിച്ചിറുത has a disposition and spreads positivity around her. Imaginative, കുഞ്ഞിച്ചിറുത is imaginative and love to draw and paint. Responsible, കുഞ്ഞിച്ചിറുത is responsible and takes care of her pet. Unique, കുഞ്ഞിച്ചിറുത has a unique sense of style in learning. Thoughtful, കുഞ്ഞിച്ചിറുത is thoughtful and remembers her friends' birthdays. Honest, കുഞ്ഞിച്ചിറുത is honest and always tells the truth.
Ambitious. Kunichirda is ambitious and works hard to achieve her goals. ഫോർത്ത് ക്വസ്റ്റ്യനിൽ തന്നെ ഡീപ്പാർട്ടായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. ലെറ്റ്സ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് എബോവ്. നമ്മൾ കുഞ്ഞിച്ചിരുതയുടെ ക്വാളിറ്റീസ് പറഞ്ഞതനുസരിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. കുഞ്ഞിച്ചിരുത ഈസ് എ ഹാപ്പി ഗേൾ ഹു മേക്സ് അതേഴ്സ് സ്മൈൽ. She always tells the truth and is very honest. She is very understanding at home and at school. Kunichirda helps her family and friends whenever they need her. She is thoughtful and remembers her friends' birthdays. She is also very responsible and takes good care of her pet. She loves to learn new things and is always curious. She enjoys drawing and painting because she has a great imagination. She always keeps her books and things neat and clean. Kunichirda has her own special way of learning. She is smart and does well in her exams. Kunichirda is also ambitious and works hard to reach her dreams. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ആൻ്റണറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. Imagine a new student from another country or state has just joined your school. How would you help her adjust to the new place and culture? You may use will, shall, can to frame sentences. For example, I will show her around the school and introduce her to my friends. അതായത് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്നും പുതിയൊരു കുട്ടി ജോയിൻ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ വിൽ, ഷാൾ, ക്യാൻ എന്നുള്ള വേർഡ്സൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവൾക്ക് സ്കൂളിൻ്റെ പരിസരം എല്ലാം കാണിച്ചു കൊടുക്കും, അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ താഴെ തന്നിട്ടുണ്ട്, ദിസ് ഹിൻസ് മേ ഹെൽപ്പ് യു ടു കംപ്ലീറ്റ് ദിസ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹിൻസും അവിടെ തന്നിട്ടുണ്ട്. ന്യൂ സബ്ജക്ട്സ്, റൂൾസ്, ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസ് ടു വിസിറ്റ്, സ്കൂൾ, ലൈബ്രറി, കഫ്റ്റേരിയ. ഇത്രയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഐ ഷാൾ എക്സ്പ്ലെയിൻ ദ സ്കൂൾ റൂൾസ് ടു ഹെർ. ഐ വിൽ ടെൽ ഹെർ ദ നെയിംസ് ഓഫ് അവർ ടീച്ചേഴ്സ് ആൻഡ് ദെയർ സബ്ജക്ട്സ്. ഐ ഷാൾ ഹെൽപ്പ് ഹെർ ലേൺ ദ ലോക്കൽ ലാംഗ്വേജ്. ഐ വിൽ ടേക്ക് ഹെർ ടു വിസിറ്റ് ദ സ്കൂൾ ലൈബ്രറി ആൻഡ് ഷോ ഹൗ ടു ബോറോ ബുക്സ്. I can guide her to the cafeteria and tell her what food is available. I will also help her understand the new subjects we learn in our class. ഇതിൽ പറയുന്നത് ഐ ഷാൾ എക്സ്പ്ലെയിൻ ദ സ്കൂൾ റൂൾസ് ടു ഹെർ. സ്കൂളിലെ റൂൾസ് എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഐ വിൽ ടെൽ ഹെർ ദ നെയിംസ് ഓഫ് അവർ ടീച്ചേഴ്സ് ആൻഡ് ദെയർ സബ്ജക്ട്സ്. നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സും അതുപോലെ ടീച്ചേഴ്സിൻ്റെ പേരുകളും എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഐ ഷാൾ ഹെൽപ്പ് ഹെർ ലേൺ ദ ലോക്കൽ ലാംഗ്വേജ്. ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ അവളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഐ വിൽ ടേക്ക് ഹെർ ടു വിസിറ്റ് ദ സ്കൂൾ ലൈബ്രറി ആൻഡ് ഷോ ഹൗ ടു ബോറോ ബുക്സ്. സ്കൂൾ ലൈബ്രറി കാണിച്ചു കൊടുക്കും, അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എങ്ങനെയാണ് ബുക്ക് എടുക്കുക എന്നുള്ളതും അവൾക്ക് കാണിച്ചു കൊടുക്കും. I can guide her to the cafeteria and tell her what food is available. കഫ്റ്റീരിയയിൽ അവളെ കൊണ്ടുപോകും, അതുപോലെ എന്തെല്ലാം ഫുഡാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നും കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. I will also help her understand the new subjects we learn in our class.
നമ്മൾ ക്ലാസ്സിൽ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 5th ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. But she had picked up English with an amazing speed. In this sentence, the pair picked and up together. Picked up means learned or acquired. ഈ ഒരു ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ബട്ട് ഷീ ഹാഡ് പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. അവൾ ഇംഗ്ലീഷ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു എന്നാണ് പറയുന്നത്. പിക്ക്ഡ് അപ്പ് എന്നുള്ള വേർഡ്, പിക്ക്ഡ് എന്നും അപ്പ് എന്നുള്ള 2 വേർഡ്സ് ഒരുമിച്ച് ചേർത്തിട്ട് പിക്ക്ഡ് അപ്പ് എന്നാക്കിയിട്ട് ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് ലേൺഡ്, പഠിച്ചെടുത്തു എന്നുള്ള അർത്ഥമായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എ ക്വസ്റ്റ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A few such pairs of words are given below. Pick out the sentence that contain those expressions from the story. അതായത് താഴെ തന്നിട്ടുള്ള പെയർസ് ഓഫ് വേർഡ്സ്, 2 വേർഡ്സ് പെയർ ചെയ്തിട്ട് പിക്ക്ഡ് അപ്പ് പോലെ തന്നെ കം അക്രോസ്, സ്വിച്ച്ഡ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള 2 പെയർസ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസ് ഈ സ്റ്റോറിയിൽ എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. കം അക്രോസ് യൂസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിച്ചിറുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. ആ ഒരു ഭാഗത്താണ് കം അക്രോസ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്വിച്ച്ഡ് ഓവർ, പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് പെട്ടെന്ന് തന്നെ മലയാളത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ആ ഒരു എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് സ്വിച്ച്ഡ് ഓവർ യൂസ് ചെയ്തിട്ടുള്ളത്. 6th ക്വസ്റ്റ്യനിൽ തന്നെ ബി പാർട്ടായിട്ട് ഒരു ക്വസ്റ്റ്യനോട് തന്നിട്ടുണ്ട്. റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻസ് യൂസ്ഡ്. താഴെ തന്നിട്ടുള്ള കോൺവെർസേഷൻ വായിച്ചിട്ട് ഇതുപോലെ മറ്റ് പല എക്സ്പ്രഷനും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2 വേർഡ്സ് ഒരുമിച്ച് പെയർ ചെയ്തിട്ട് പുതിയൊരു അർത്ഥം വരുന്ന ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. കുഞ്ഞിച്ചിറുത, ഹായ് എവ്രി വൺ, ആൻ്റണറ്റ്സ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. കമ്മിങ് അപ്പ് എന്നുള്ളത് ഇതുപോലെ ഒരു എക്സ്പ്രഷനാണ്. അത് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ തന്നെ ഗെറ്റ് ഗോയിങ് എന്നുള്ളതും തന്നിട്ടുണ്ട്. നമുക്ക് കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ച് നോക്കാം. ജാക്ക്, യാ വി ക്യാൻ പിക്ക് അപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. മിയ, and we can take her out to eat her favorite cafe. കുഞ്ഞിച്ചിറുത, great, I'll fix a time for us to go. Ben, I will look for a good gift. What about a book? കുഞ്ഞിച്ചിറുത, good idea, we can check out the bookstore to find one she will like. Mia, we will look up a book she doesn't have. Jack, let's get a cake too. I can drop it off at her house. കുഞ്ഞിച്ചിറുത, perfect. We will ask her to come back to the cafe after school and we will surprise her. Ben, okay, let's get going. Keep the secret. നമുക്ക് നോക്കാം ഇതിൽ ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന്. ആൻ്റണറ്റ്സ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. ആ ഒരു സെൻറ്റൻസിലാണ് കമ്മിങ് അപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. വി ക്യാൻ പിക്കപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. ആ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിക്കപ്പ് എന്നുള്ള എക്സ്പ്രഷനാണ്. വി ക്യാൻ ടേക്ക് ഹെർ ഔട്ട് ടു ഈറ്റ് അറ്റ് ഹെർ ഫേവറേറ്റ് കഫേ. അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടേക്ക് ഹെർ ഔട്ട് എന്നുള്ള എക്സ്പ്രഷനാണ്. ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ് ടു ഗോ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫിക്സ് എ ടൈം എന്നുള്ള എക്സ്പ്രഷനാണ്. ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലുക്ക് ഫോർ എന്നുള്ള എക്സ്പ്രഷനാണ്. വി ക്യാൻ ചെക്ക് ഔട്ട് ദ ബുക്ക് സ്റ്റോർ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ചെക്ക് ഔട്ട് എന്നുള്ള എക്സ്പ്രഷനാണ്. വി വിൽ ലുക്ക് അപ്പ് എ ബുക്ക് ഷീ ഡസൻറ്റ് ഹാവ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലുക്ക് അപ്പ് എന്നുള്ള എക്സ്പ്രഷനാണ്. ഐ ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഓഫ് അറ്റ് ഹെർ ഹൗസ്.
ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രോപ്പ് ഇറ്റ് ഓഫ് എന്നുള്ള എക്സ്പ്രഷനാണ്. വി വിൽ ആസ്ക് ഹെർ ടു കം ബാക്ക് ടു ദ കഫേ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കം ബാക്ക് എന്നുള്ള എക്സ്പ്രഷനാണ്. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗെറ്റ് ഗോയിങ് എന്നുള്ള എക്സ്പ്രഷനാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In the class, the teacher asks everyone to say something special about their home country. Ben from Italy does first. Let's listen to what he has to say about his country. ഇവർ പല രാജ്യത്തു നിന്നും വരുന്ന കുട്ടികളാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇവർക്കൊരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. അതായത് ഓരോ കുട്ടികളും വന്നിട്ട് അവരുടെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പറയുന്നത്. ആദ്യം തന്നെ ബെൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് വന്നിട്ടുള്ളത്. അവൻ ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്. അവൻ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 colors: green, white, red. Most people in Italy speak Italian. We make some of the best foods ever, like pizza and pasta. Italy is also home to amazing places like the Colosseum, Leaning Tower of Pisa, and the canals of Venice. If you visit Italy, you might even spot animals like the Italian wolf and wild boar. The weather is nice too, with warm summers and cool winters. Italians love to celebrate holidays like Christmas, Easter, and Carnival, where we wear colorful masks and costumes. Sounds fun, right? ഇത്രയും കാര്യങ്ങളാണ് ബെൻ സംസാരിച്ചിട്ടുള്ളത്. Next, Antoinette would like to say something about her country, France. Some basic facts about France are given. Can you help her to make a description and present it? അതായത് അടുത്തതായിട്ട് ആൻറ്റോണറ്റ് ആണ് വരുന്നത്. അവളുടെ കൺട്രി ആയിട്ടുള്ള ഫ്രാൻസിനെ കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത്. നമുക്ക് അവളുടെ കൺട്രിയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ വെച്ചിട്ട് സെൻറ്റൻസ് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് ഫോം ചെയ്തിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. Dear friends, I am from France. It's a beautiful country in Europe. The capital of France is Paris. The flag of France has 3 colors: blue, white, and red. Our main language is French. People in France love eating delicious food like croissants, baguettes, and macarons. France is famous for places like the Eiffel Tower, the Louvre Museum, and the beautiful beaches of the French Riviera. If you visit France, you might see animals like the French bulldog and the wild boar. We enjoy celebrating holidays like Bastille Day, Christmas, and Easter with lots of joy and colorful traditions. Sounds great, right? ഇത്രയാണ് നമ്മുടെ നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.